ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. വലിയ രീതിയിലുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ഞാൻ ഓൾമോസ്റ്റ് പോർഷൻസൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എക്സാം ആണേലും അല്ലേലും നേരത്തെ എഴുന്നേൽക്കുന്ന ശീലമൊന്നും എനിക്കില്ല, എന്തോ എനിക്ക് അതിനോട് താല്പര്യമില്ല കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ 3:50 എഴുന്നേറ്റു കേട്ടോ. കാരണം ഉണ്ട്, നമുക്കൊരു കണ്ടൻറ്റ് കിട്ടിയല്ലേ, നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യല്ലോ. ആ ഒരു താല്പര്യം കൊണ്ട് മാത്രം ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റു. പിന്നെ ഒരു വഴിക്ക് ഇറങ്ങല്ലേ, ഒരു കോഫി കുടിച്ചിട്ടാവാന്ന് കരുതിയിട്ട് ഒരു കോഫി ഉണ്ടാക്കിട്ടോ. ആക്ച്വലി ദിസ് ഇസ് ഓൺലി ഫോർ ഷോ. പറയാൻ കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര ഇല്ലാത്ത കോഫിയാണ്. പൊതുവേ പഞ്ചസാര ഇല്ലാത്ത കോഫി ആണെങ്കിലും ചായ ആണെങ്കിലും ഞാൻ കുടിക്കാറില്ല. പിന്നെ നിങ്ങളത് ആക്ട് ചെയ്ത് കാണിക്കണമല്ലോ എന്ന് കരുതിയിട്ട് വെറുതെ ഊതി ഇരിക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ പഠിച്ചു വെച്ച പോർഷൻസൊക്കെ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കിട്ടോ. നമുക്ക് കിട്ടണ്ടോയെന്ന് അറിയണമല്ലോ. വലിയ കോൺഫിഡൻസ് പറഞ്ഞിട്ട് ലാസ്റ്റ് കിട്ടിയില്ലെങ്കിൽ പണി പാടില്ലേ. അത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുളി അങ്ങോട്ട് പാസ്സാക്കിട്ടോ. പിന്നെ ഈ ഒരു സൺസ്ക്രീൻ, ഇത് എൻ്റെ സ്വന്തം സൺസ്ക്രീനാണ്. ഇതിങ്ങനെ പറയാൻ കാരണമുണ്ട്, ഇനി വരുന്നതൊന്നും എൻ്റെ സ്വന്തമല്ല. പലതും ഇതിനെക്കുറിച്ച് ഇവിടെ പറയും. അതിനു മുന്നേ ഞാൻ തന്നെ പറയാം. ഈ പൗഡർ ഇത് അമ്മുൻ്റെതാണ് കേട്ടോ, പ്രശ്നമില്ല. ലിപ് ലൈനർ ഇത് മാളുവിൻ്റെതാണ്. ലിപ്സ്റ്റിക് ഇടാനായിട്ട് മുന്നേ ലിപ് ലൈനർ വേണമല്ലോ. പിന്നെ ഇത് അമ്മ ഒഴിവാക്കിയ ലിപ്സ്റ്റിക്കാണ്. അമ്മ എന്തൊഴിവാക്കിയാലും അത് ഞങ്ങളുടെ റൂമിലേ ഉണ്ടാവുള്ളൂ, കാരണം ഞങ്ങൾ അങ്ങനെയാണ്. പിന്നെ ഈ ഒരു പൊട്ട് ഇത് മാളുവിൻ്റെതാണ്. പിന്നെ ഈ ഒരു വാച്ച് ഇത് ഹിസാനയുടേതാണ് കേട്ടോ. ഇത്രയും ഗതികെട്ടവൾ ഈ ലോകത്തുണ്ടായിരിക്കില്ല എന്നെനിക്ക് നല്ല ഉറപ്പാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു യൂണിഫോം, ഈ ഒരു ടാഗും മാത്രമേ എൻ്റേതായിട്ടുള്ളൂ കേട്ടോ. എന്തായാലും കെട്ടിയൊരുങ്ങി എക്സാമിന് പോകാൻ വേണ്ടി ഇറങ്ങാണ്. നമ്മൾ പോയി കോളേജിലെത്തി. പിന്നെ നമുക്ക് ഹാൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. എക്സാം എഴുതണ്ടേ? ഹാൾ ടിക്കറ്റ് എടുത്തു. എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തു കേട്ടോ. എക്സാമൊക്കെ കഴിഞ്ഞ് ആ പൊരി വെയിലും കൊണ്ട് ആ പാടത്തുകൂടെ ഒറ്റയ്ക്ക് തേരാ വന്ന് റൂമിൽ കയറിയപ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടായിരുന്നു എൻ്റെ മോനെ.